കേരള രാഷ്ട്രീയത്തിലെ അതികായകനായിരുന്ന കെ.എം. മാണിയുടെ ജീവിത വിജയത്തിന്റെ മുഖ്യ ശില്പി ഭാര്യ കുട്ടിയമ്മ ചേച്ചിയായിരുന്നു. ഒരു വക്കീലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ചെറുപ്പത്തിലെ കുട്ടിയമ്മയ്ക്ക് ശക്തമായി ഉണ്ടായിരുന്നു. തന്റെ ഉറ്റ ബന്ധുവായ P.T. ചാക്കോയ്ക്ക് നാട്ടിലുള്ള വിലയും നിലയുമൊക്കെയാണ് കുട്ടിയമ്മയെ അത്തരമൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചത്. തുടർന്ന് ഇരു വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച് കെ.എം. മാണിയുടെയും കുട്ടിയമ്മയുടെയും വിവാഹം നടത്തി. അക്കാലത്ത് മരങ്ങാട്ടുപള്ളിയിലായിരുന്നു കെ.എം. മാണിയുടെ താമസം. വിവിധ സ്ഥലങ്ങളിലെ സ്ക്വാഡ് പ്രവർത്തനങ്ങളും യോഗവും കഴിഞ്ഞ് വീട്ടിൽ മിക്കവാറും മടങ്ങിയെത്തുന്നത് അർദ്ധരാത്രി 12 മണിക്കോ 2 മണിക്കോ ഒക്കെ ആയിരിക്കും. അമ്മയും പിതാവും ഒന്നും അറിയേണ്ടെന്ന് കരുതി പതുക്കെ കുട്ടിയമ്മയെ വിളിക്കും. കെ.എം. മാണി വരുന്നത് കാത്ത് ഉറങ്ങാതെ കുട്ടിയമ്മ കാത്തിരിക്കും. രാത്രി എത്ര വൈകി വീട്ടിലെത്തിയാലും കുട്ടിയമ്മ തന്നെ വിളമ്പിക്കൊടുക്കണമെന്നായിരുന്നു കെ.എം. മാണിയുടെ ആഗ്രഹം. അക്കാര്യത്തിൽ ഒരിക്കലും അവർ പരിഭവിച്ചിരുന്നില്ല. പാതിരാത്രി കഴിയുമ്പോഴേക്കും ഭക്ഷണം മുഴുവൻ തണുത്തു പോയിരിക്കും. ക്രമേണ തണുത്ത ഭക്ഷണം കഴിക്കുന്നത് കെ.എം. മാണിക്കൊരു ശീലമായി. രാത്രി 2 മണിക്ക് വളരെ വൈകി വീട്ടിലെത്തിയാലും പിറ്റേ ദിവസത്തേക്കുള്ള കേസുകൾ വായിച്ചു പഠിച്ചിട്ടേ കെ.എം. മാണി ഉറങ്ങുകയുള്ളൂ. ആവശ്യമായ നിയമവശങ്ങളെല്ലാം നോക്കി വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ മിക്കവാറും മണി 3 കഴിഞ്ഞിരിക്കും. എത്ര വൈകി ഉറങ്ങിയാലും രാവിലെ 6-ന് തന്നെ ഉറക്കമുണരും. കുളിയും പ്രഭാത ഭക്ഷണവും കഴിച്ച് 7:30 വീട്ടിൽ നിന്നും ഇറങ്ങി മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാലായിലേക്കുള്ള ലൈൻ ബസ്സിൽ കയറും. പതിവായി SMS എന്ന ബസ്സിലായിരുന്നു പാലായിക്ക് പോകുന്നത്. ബസ്സിൽ നല്ല തിരക്കുള്ളതിനാൽ സീറ്റും കിട്ടാറില്ല. കമ്പിയിൽ കൈപിടിച്ചു നിന്ന് ഉറങ്ങിപ്പോകും. കുരിശുപള്ളി കവലയിൽ എത്തുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വിളിക്കും. പിന്നെ വക്കീൽ ഓഫീസിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. കുട്ടിയമ്മയേക്കാൾ സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ കെ.എം. മാണിക്ക് എന്നും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് പാല. തന്റെ മണ്ഡലമായ പാലയെ 2ാം ഭാര്യയായി സ്വീകരിച്ചിരുന്നു കെ.എം. മാണി. ഏത് തിരക്കുകൾക്കിടയിലും കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്ന ഒരു ഗ്രഹനാഥന്റെ റോളിലെ കെ.എം. മാണി നിന്നിട്ടുള്ളൂ. സ്നേഹശീലനായ ഭർത്താവ്, കുട്ടികൾക്ക് പരിപാലനയും ഉപദേശവും മാർഗദർശനവും നൽകുന്ന പിതാവ്. മാണി കുട്ടിയമ്മ ദമ്പതികൾക്ക് 6 മക്കളാണ്. 5 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. മക്കളുടെ അച്ചാച്ചൻ ഇനിയില്ല. മാണിസാറിന്റെ ചിരിക്ക് പിന്നിലെ ഊർജമായി എന്നും നിലനിന്നിരുന്ന കുട്ടിയമ്മ ചേച്ചിക്കും ആ കൈ പിടിക്കാൻ ഇനി മാണിസാറില്ല. എന്നും ആ കൈ ചേർത്ത് പിടിച്ച് കുട്ടിയമ്മ കൂടെ ഉണ്ടായിരുന്നു. അവസാന നിമിഷം കുട്ടിയമ്മ ചേച്ചിയുടെ ആ കൈ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മാണിസാർ വിടവാങ്ങിയതും. മരണവിവരം പുറത്തുവിട്ട ഡോക്ടർമാർ തന്നെയാണ് ഈ അവസാന നിമിഷത്തെ പറ്റിയും വെളിപ്പെടുത്തിയത്. 60 വർഷത്തിലേറെയായി കെ.എം. മാണി എന്ന അതികായകന്റെ നിഴലായി കുട്ടിയമ്മയുണ്ടായിരുന്നു. എന്റെ രാഷ്ട്രീയത്തിലെ ഉയർച്ചയ്ക്ക് കുട്ടിയമ്മയാണ് കാരണം. ഞാൻ വീട്ടുകാര്യം ഒന്നും നോക്കാറില്ലായിരുന്നു. കൃഷിയും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം കുട്ടിയമ്മയാണ് നോക്കിയത്. അത്തരം ടെൻഷനൊന്നുമില്ലാതെ പൊതുരംഗത്ത് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്കെന്ത് ഭാഗ്യം വേണം? ഇതായിരുന്നു കെ.എം. മാണിയുടെ വാക്കുകൾ. ഒടുവിൽ കുട്ടിയമ്മ ചേച്ചിയുടെ കൈ ചേർത്ത് പിടിച്ച് കെ.എം. മാണി സാർ വിടവാങ്ങി.